1 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മൃതദേഹഭാഗം കൂടി കിട്ടിയെന്നുള്ളതാണ്. കാലിൻ്റെ ഭാഗമാണ് കിട്ടിയത്. 2 മൃതദേഹഭാഗങ്ങൾ പരപ്പൻപാറ പ്രദേശത്ത് നിന്ന് ഇന്ന് കണ്ടെത്തിയതാണ്. ഈ സുർജിത്ത് ഇപ്പോൾ ചേരുന്നു. സുർജിത്ത്, റിപ്പണിൽ നിന്ന് പോയ സംഘം തന്നെയാണോ ഇതും കണ്ടെത്തിയത്? അതെ ഹാഷ്മി, റിപ്പണിൽ നിന്ന് അതേ സംഘം തന്നെയാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. തെരച്ചിൽ തുടരുകയാണ്. പരപ്പൻപാറ മേഖലയിൽ നേരത്തെ, അതായത് കഴിഞ്ഞ മിനിഞ്ഞാന്ന് 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. ആ പ്രദേശത്ത് തന്നെയാണ് തെരച്ചിൽ വളരെ സജീവമായ രീതിയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇന്ന് രാവിലെ വീണ്ടും തെരച്ചിൽ പുനരാരംഭിച്ചത്. അതിലാണ് ഇപ്പോൾ കൂടുതൽ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തുന്ന സ്ഥിതിയുള്ളത്. കാലിന്റെ ഭാഗങ്ങളാണ് കണ്ടെത്തിയത്. ഇന്ന് രാവിലെ കണ്ടെത്തിയതും ആ പ്രദേശത്താണ്. ഈ ആളുകൾ, അതായത് റിപ്പൺ സംഘമാണ്. റിപ്പണിൽ നിന്ന് പോയ 10 അംഗ സംഘം റിപ്പൺ ചാമ്പ്യൻസ് ക്ലബും അതോടൊപ്പം തന്നെ റിപ്പണിൽ നിന്ന് പോയ SDPIയുടെ പ്രവർത്തകരുമുണ്ട്. അവർ സംഘാംഗങ്ങൾ ഇങ്ങനെയാണ്. അവരുടെ പേരുകൾ അലി, നൌഫൽ, അതോടൊപ്പം തന്നെ സഹീർ, കബീർ, ഹിബാസ്, ഷാനവാസ്, മുബഷീർ, മൂസ, രാഹുൽ, മുഹമ്മദ്. ഇവർ ചാമ്പ്യൻസ് ക്ലബിന്റെ ഭാരവാഹികളാണ്. അതോടൊപ്പം SDPIയുടെ നാസർ, അഷറഫ്, അബൂബക്കർ, അസീസ്, യൂനസ്, അലി, ഷമീം, റഹീം, സലീം, അസീസ്, ബാവി, ഇത്രയും പേരാണ് SDPIയുടെ സംഘമുള്ളത്. ഇങ്ങനെ 10 പേരടങ്ങുന്ന സംഘം, ആ ഒരു ഗ്രൂപ്പാണ്, 20 പേരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ തെരച്ചിൽ സജീവമായ രീതിയിൽ തന്നെ ആ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും അപകടാവസ്ഥയിലുള്ള പ്രദേശമാണ്. അവിടെ അവിടുത്തെ ഒരു ഭൂപ്രദേശം എന്ന് പറയുന്നത് പൂർണ്ണമായും കാടാണ്. വലിയ രീതിയിൽ പുഴയൊഴുകുന്ന ഈ പരപ്പൻപാറ ഭാഗം എന്ന് പറയുന്നത് കാന്തൻപാറയ്ക്കും താഴെയായി വരുന്ന ചാലിയാറിലേക്ക് ഈ ചൂരൽമല പുഴ ഒഴുകുന്ന ആ പ്രദേശമാണ്. അവിടെ നിന്നാണ് കൂടുതൽ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവിടെ അത്ര സജീവമായ രീതിയിലുള്ള തെരച്ചിൽ ഈ സേനാ വിന്യാസത്തിന്റെ ഭാഗമായി മറ്റേ ഉദ്യോഗസ്ഥ വൃന്ദത്തിനൊന്നും കഴിഞ്ഞിട്ടില്ല. ജനകീയ തെരച്ചിലാണ് പ്രധാനമായും പുരോഗമിക്കുന്നത്. അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കടക്കം എത്താൻ കഴിയാത്ത ഒരു ടെറൈൻ ആയിട്ടുള്ള ഒരു മേഖലയാണ്. അവിടെ ആണ് ഇങ്ങനെ ജനകീയ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രദേശത്തെ അറിയുന്ന, വനത്തെ അറിയുന്ന ആളുകളാണ് ഈ റിപ്പണിൽ നിന്ന് പോയ സംഘം എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അവർ കൂടുതൽ മൃതദേഹ ഭാഗങ്ങൾ ആ മേഖലയിൽ നടത്തുന്ന തെരച്ചിലിൽ നിന്ന് കണ്ടെടുക്കുകയാണ്. ചൂരൽമല പുഴയിലൂടെ ഒഴുകിയ മൃതദേഹങ്ങൾ പൂർണ്ണമായും അടിഞ്ഞിരിക്കുന്നത് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനും കാന്തൻപാറ വെള്ളച്ചാട്ടത്തിനും എല്ലാം തന്നെ താഴെയാണ് എന്ന് വ്യക്തമാവുന്നതിന്റെ വ്യക്തമായ ഉത്തരമാണ് ഇങ്ങനെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നത്. താഴ്ഭാഗങ്ങളിൽ നിന്നാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ കൂടുതലായി കണ്ടെത്തുന്നത്. എല്ലാം തന്നെ ചിതറിയ അവസ്ഥയാണ്. ഇന്ന് കണ്ടെത്തിയത് ഇപ്പോൾ 3 കാലിന്റെ ഭാഗങ്ങളാണ്. ഹാഷ്മി, സുർജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇന്നിപ്പോൾ 13ാം നാളാണ്. 13ാം നാൾ കണ്ടെത്തുന്ന മൃതദേഹ ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോഴും അവിടെ തെരച്ചിൽ തുടരുന്നതിനപ്പോൾ കൃത്യമായ അർത്ഥമുണ്ട് എന്ന് തന്നെയാണ് റിപ്പണിൽ നിന്നുള്ള സംഘം പോയ തെരച്ചിൽ വ്യക്തമാകുന്നതും. എന്തായാലും പരമാവധി തിരയിൽ തുടരട്ടെ. 130 എന്ന് പറയുന്ന സർക്കാർ കണക്ക്, അതിനെ അങ്ങനെ മുഖവിലക്കെടുത്താൽ പോലും അത് വലിയ ഭീകരമായൊരു കണക്കാണ്. പരമാവധി അവസാനത്തെ ആളുടെ മൃതദേഹം വരെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ദൗത്യത്തിൻ്റെ ലക്ഷ്യം.